നീലകണ്ഠൻ നിക്കർ പിടിക്കുന്ന ഞാനല്ലയോ? നിക്കറല്ലല്ലോ, ഫിഗർ അല്ലയോ? അതെ, അപ്പൊ പിന്നെ നീ എന്തിനാ ചരിഞ്ഞിരിക്കുന്നത്? അത് പാട്ട് തുടങ്ങുമ്പോൾ പിടിച്ചാൽ മതി. എന്നാ പാട്ട് ഡോക്ടർ നീലം തുള്ളി. നീലത്തുള്ളിയോ? തുള്ളി നീലം. തുള്ളി നീലോ? ഡോക്ടർ നീലലോചൻ. എന്തോ ഒരു നീല ഉണ്ടായിരുന്നു, അതാ ഞാൻ അങ്ങനെ വിളിച്ചത്. എന്തായിരുന്നു? ഈ മംഗലശ്ശേരി നീലകണ്ഠന്റെ ഒരു തുണ്ടേ കണ്ടിട്ടുണ്ടാവും, ഇരുന്ന് കാണാത്തോണ്ട് മുഖം ഓർമ്മ വരുന്നില്ല. അതല്ലെന്നാ ഇരുന്ന് കണ്ടാട്ടിതാ. ഓ ഇതാണില്ല. ഞാൻ മംഗലശ്ശേരി നീലകണ്ഠൻ. മംഗലശ്ശേരി കിങ്ങിണിയമ്മ എന്നുള്ളതല്ല എനിക്ക് ഇതിനകത്ത് നോക്കുമ്പോ അറിയാം. തള്ളല് വേണ്ട. കേൾക്കണ്ട എന്ന് പറയുന്നതേ ഞാൻ കേൾക്കൂ. അയ്യോ, കേൾവിയുടെ അസുഖമാണെങ്കിൽ ഇവിടെ അല്ല, അപ്പുറത്ത് പോകും. കാണണ്ട എന്ന് പറയുന്നതേ ഞാൻ കാണൂ. ഹോയ് ഹോയ് ഹോയ്, കാണണ്ടാത്ത അസുഖമൊക്കെ ഇഞ്ഞ് ഇവിടെ 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 ഇവിടെ. അല്ല, എന്താ തലയിൽ ഒരു കെട്ട്? ഭാനുമതി എന്ന പുണ്യം തലവഴി വീണതാണ്. അയ്യോ, എന്നിട്ട് ഇത്രേ പറ്റിയുള്ളൂ? ബാക്കിയൊക്കെ മുണ്ടും ഷർട്ടും ഉപയോഗിച്ച് മറച്ചു വെച്ചിരിക്കും. അത് ശരി. അപ്പൊ ഒരു കാര്യം ചെയ്യണം, ഇയാളുടെ പ്രഷർ, ഷുഗർ, കൊളസ്ട്രോള് ഇവ പരിശോധിച്ച് ഒരു റിസൾട്ട് കൊണ്ടുവരണം. ഒരു 3000 രൂപയാവും. ഡോക്ടർ, പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത്. എന്റെ 5 പൈസ ഇല്ല. ദാരിദ്ര്യം പറയാനാണോ ഇത്ര വലിയ പഞ്ചു മ്യൂസിക്കും ലാഗ് അടിച്ച് ഇവിടെ വരെ വന്നത്? മംഗലശ്ശേരി എന്ന നാമം മാഞ്ഞു തുടങ്ങിയിരിക്കുന്നു. എന്നാര് പറഞ്ഞു? ഇവിടെ നല്ല വൃത്തിക്ക് ഉരുട്ടി എഴുതിയിട്ടുണ്ട് മംഗലശ്ശേരി നീലകണ്ഠൻ. പറയേണ്ടതേ പറയാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. 4 ആളെ കാണുമ്പോ ഇന്ന് അങ്ങ് ഡയലോഗ് അടിയാ. തൊഴിലുറപ്പിന്റെ പൈസ കിട്ടട്ട് കേട്ടോ. ബാർബർ ഷോപ്പിൽ കൊണ്ട് ഈ മീച്ചയുടെ തുമ്പ് ഞാൻ കണ്ടിക്കും. കണ്ടിക്കുവോ, തുമ്പിയെ പിടിക്കുവോ, അതൊന്നും അല്ല ഇവിടുത്തെ വിഷയം. യഥാർത്ഥത്തിൽ ഇയാളുടെ പ്രശ്നം എന്താ? എനിക്ക് ഡോക്ടറെ കണ്ടൂടാ. എന്നെ കണ്ടുകൂടാത്ത ഒരുത്തർ എന്റെ ആശുപത്രിയുടെ തിണ്ണ കയറി ഇരിക്കുന്നു. അയ്യോ, അതല്ല, നീലേട്ടന്റെ കണ്ണിന് ഇച്ചിരി കണ്ടുകൂടാ എന്നാ പറഞ്ഞത്. വരൂ നോക്കട്ടെ. ഇയാളെ കണ്ടിട്ട് തികഞ്ഞ ഒരു മദ്യപാനിയാണെന്ന് എനിക്ക് തോന്നുന്നു. ഇല്ല, മദ്യം തികയാത്ത ഒരാളാണ് ഞാൻ. നല്ല നാടൻ വാറ്റ് കരിക്കിലൊഴിച്ച് കുടിക്കാറാണ് പതിവ്. മോട്ടയടിയാ ഞാൻ കണ്ടിട്ടുണ്ട്. 20 വർഷമായി ഞാൻ ഇവിടെ സർവീസില്. ഇതിനിടയ്ക്ക് ഈ നീലലോചൻ എന്നുള്ള പേര് എല്ലാവർക്കും അറിയാം. മാട്ട ജവാനി പഠിച്ചിട്ട് എന്റെ മുന്നിൽ വന്ന് വാ പൊളിച്ചു കഴിഞ്ഞാൽ ഞാൻ പിടിക്കത്തില്ലെന്ന് വിചാരിച്ചോ? ബ്ലഡി ഫുൾ. ഡോക്ടർ, വീട്ടിൽ ഒരു കുപ്പി ഗ്ലാസ്സേ ഉള്ളൂ. അത് ചോദിച്ചാൽ ഇവിടെ തരില്ല. അതുകൊണ്ട് കരിക്ക് കച്ചവടക്കാർ വലിച്ചെറിയുന്ന കാലിക്കരി എടുത്തോണ്ട് അതിലൊഴിച്ച് കഴിക്കാറാണ് പതിവ്. ഇത് എന്നു മുതലാണ് തുടങ്ങിയത്? ഡോക്ടർ, എന്റെ ആജന്മ ശത്രു ആരായിരുന്നു? മുണ്ടക്കൽ ശേഖരൻ. ഒരു ഭാനു പറഞ്ഞു കൊടുക്ക. സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ തുടങ്ങി. അപ്പൊ ഇത് കണ്ണിന് അസുഖമല്ല, ഒരുത്തൻ നന്നാവുന്നത് കണ്ടിട്ടുള്ള കണ്ണുകടി. ഡോക്ടർ, എനിക്കൊരു കൂട്ടം കാര്യം പറയാനുണ്ടായിരുന്നു. എന്തായിരുന്നു? ഞാൻ കലാമണ്ഡലത്തിലാണ് നൃത്തം അഭ്യസിച്ചത്. ഡൽഹിയിലും പ്രാന്തപ്രദേശങ്ങളിലും ഒരുപാട് നൃത്തം ഞാൻ ചെയ്തിട്ടുണ്ട്. അല്ല, ഇതൊക്കെ ഇപ്പൊ ഇവിടെ പറയേണ്ട കാര്യം? വേറെ എങ്ങും പറയാൻ ഇങ്ങേര് സമ്മതിക്കത്തില്ല. അതുകൊണ്ടാണ് ഡോക്ടർ സമ്മതിക്കുമെങ്കിലേ ഞാൻ 2 സ്റ്റെപ്പ് ഇട്ടോട്ടെ. വയ്യാത്ത കാലും വെച്ച് എന്നെ ഇങ്ങോട്ട് ഓടിക്കരുത് കേട്ടോ, ഒറ്റ ഇടിയാൻ വെച്ച് തരും. ഇയാടെ കണ്ണിന് എന്ന് മുതലാ വേദന തുടങ്ങിയത്? അതായത് നമ്മുടെ അരിങ്ങോടർ വീട്ടിൽ പാട്ട് പാടാൻ ഉടുക്കുവെത്തി. ഉടുപ്പും മുണ്ടും ഇല്ലാതെ ഒരുത്തം വീട്ടിൽ കയറി വരുമ്പോ വീട്ടിൽ ചെന്ന് പാട്ട് പാടിക്കണോ? വേണ്ട, അടിച്ചവന്റെ കാരണം പൊളിക്കണ്ടായോ? ഉടുക്കാതെ വന്നല്ല, ഉടുക്കുവായിട്ട് വന്നെന്ന്. ഇത് ട്രെയിനല്ലയോ? അല്ല, ഇപ്പൊ കറക്റ്റായി. അല്ല, നിങ്ങൾ ഇങ്ങനെ സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ ഉള്ള സമയത്ത് നിങ്ങൾ ഇങ്ങനെ അരങ്ങോടനെയൊക്കെ വിളിച്ച് വീട്ടിൽ വരുത്തി ഗാനമേള നടത്തിക്കേണ്ട കാര്യമുണ്ടോ? അതെ, പേരിലെങ്കിലും ഒരു അരി വന്നോട്ട് വീട്ടിലോട്ടൊന്ന് വിചാരിച്ചാ ഞാൻ അങ്ങനെ വിളിച്ചോണ്ട് വന്നത്. അപ്പൊ വീട്ടിൽ ചെലവിന് കൊടുക്കാതെ വെള്ളയും ഇട്ടോണ്ട് ഇങ്ങനെ ആട്ടിക്കൊണ്ട് നിൽക്കുവാണ്. ഒരു കാര്യം ചെയ്യ്, എഴുതിയൊക്കെ ഒന്ന് വായിക്കേ. ഓ അതെ, കഴുത്തിന് പകരം വലങ്കൈ അറുത്തതും. എവിടെ എഴുതിയേക്കുന്നു? അവിടെ എഴുതിയേക്കുന്ന വായിക്കാൻ. പിന്നെ കുഞ്ഞനന്ദൻ എനിക്ക് പകരം മരിച്ചു വീണതും. ആണ്ടാ, ഇയാൾക്ക് ഭ്രാന്താന്നു. എടോ, അവിടെ എഴുതിയേക്കുന്നത് വായിക്കടോ. ബാക്കി എന്തുവായിരുന്നു? പിന്നെ നീ വിളക്കായിട്ട്. അത് തന്നെ. ദൈവം നിന്റെ മുന്നിൽ വിളക്കായി തെളിയുമ്പോ അതിന് നേരെ കാർക്കിച്ച് തുപ്പരുത് ചേരയോ? നീ ഇവിടെ നിന്ന് ഈ ലോജിക്കില്ലാത്ത വർത്തമാനം പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുഖത്ത് ഞാൻ കാർക്കിച്ചു തുപ്പും കേട്ടാ. പഠിക്കാൻ പഠിക്കാതെ ശേഖരന്റെ നിക്കറ് കുഞ്ഞനന്തന്റെ ചട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കും കേട്ടോ. അയ്യോ, ഇതിനകത്തൊരു കാര്യം എഴുതിയിട്ടില്ല കേട്ടോ. എന്തുവാ? ഇയാളുടെ അച്ഛന്റെ പേര് എഴുതിയിട്ടില്ല. അയ്യോ, മംഗലശ്ശേരി മാധവമേനോൻ എഴുതിക്കാട്ടെ. ആ നാമം ഇനി ഇവിടെ ഉച്ചരിക്കാൻ പാടില്ല. എന്താ? മാധവമേനോൻ എന്റെ അച്ഛനല്ല.
ഡോക്ടർ ഞാൻ പിഴച്ചു പെറ്റതാണ്. പിഴച്ചു പറ്റതാണ്. എത്ര അഭിമാനത്തോടും അഹങ്കാരത്തോടും കൂടിയാ പറയുന്നതെന്ന് നോക്കിയേ. അതിനും പഞ്ചും മ്യൂസിക്കും നാണം ഉണ്ടോടോ ഇയാൾക്ക്? നാണമുണ്ടോ? ഇനി ഞാൻ എവിടുന്ന് കഷ്ടപ്പെട്ടൊരു തന്തയുണ്ടാക്കും? വളരെ കഷ്ടപ്പെട്ടാണ് എഴുതാൻ പറഞ്ഞത്. ഇനി അങ്ങോട്ട് പറഞ്ഞാട്ടോ, എന്നെ കൊണ്ടൊക്കെ വയ്ക്കാം. ഭാനു എവളെ കെട്ടിയന്ന് ആ ഡാൻസ് കെട്ടിയപ്പോ കാശ് കൊടുത്തങ്ങ് പറഞ്ഞു വിട്ടാ മതിയായിരുന്നു. അല്ലെ ഇതിന് എവിടുന്നാ കിട്ടിയത്? ഡോക്ടർ ഏതാണ്ട് നല്ലൊരു കലാകുടുംബത്തിൽ പിറന്ന പെൺകുട്ടിയാണിവൾ. ഇവളുടെ അച്ഛനെ പറ്റി കേട്ട് കാണും. നമ്മുടെ മാമ്പറ്റ ഉപ്പുദോശ. ഉപ്പുമാവല്ലയോ? അപ്പമാഷ്. അല്ല നിങ്ങൾ പ്രേമിച്ചാന്നോ കല്യാണം കഴിച്ചത്? ഡോക്ടർ 20 കൊല്ലം മുൻപ് എന്റെ മനസ്സിന്റെ ഫ്രെയിമിലാണ് ഇവളുടെ ചിത്രങ്ങൾ പതിഞ്ഞത്. ഭാനു ഭാനു സ്റ്റെപ്പ് മാറി. ഓ ആകെ നാറി. അപ്പോഴേ ഒരു കാര്യം ചെയ്യാം. പറയൂ ഡോക്ടർ. ഇയാളുടെ അസുഖത്തിന് അത്യാവശ്യമായിട്ട് തന്റെ പ്രഷർ, ഷുഗർ, കൊളസ്ട്രോള് കള്ളൻ എന്നെക്കാട്ടിലും അറിയാം. ഡോക്ടർ ആവേണ്ട ആളായിരുന്നു. അപ്പൊ ഇതൊന്ന് പരിശോധിച്ചോണ്ടുള്ള റിസൾട്ട് കൊണ്ടുവരണം. അപ്പൊ അവിടാണ് ലാഭം. ഓ അപ്പൊ ബാക്കിയുള്ളിടത്തെല്ലാം നഷ്ടമാണോ ഡോക്ടർ? അവിടാണ് ലാഭം. അവിടെ പരിശോധിക്കാൻ പോണോന്ന്. ഓക്കെ ഭാനു വരൂ. ഭാനു ഇത്ര കയറ്റിയത് എന്തിനാ? ഡയറക്ടർ പറഞ്ഞിട്ടുണ്ട് ഈ ഭാഗം വരുമ്പോ ഇച്ചിരി കേറ്റി വെച്ചോണോ. വരൂ. അല്ല നിങ്ങൾ മാത്രം പോയാൽ മതി. ഭാനുമതി ഇനി വരൂ. എനിക്ക് പേഴ്സണലായിട്ട് കുറച്ച് സംസാരിക്കണം. പിന്നെ ഒന്നുകൂടി പറയാനുണ്ട്. എന്താ സാർ? എന്റെ എഴുത്താണിക്കത്തിയുടെ മൂർച്ച രണ്ടുപേരും മനസ്സിലാക്കണം. അതായത് എന്താ ഡോക്ടർ? ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ വളരെ തന്മയത്വത്തോട് കേൾക്കണം. മനസ്സിനെ മുറുകെ പിടിച്ചോണം. നിങ്ങളുടെ ഭർത്താവ് ഉടൻ തന്നെ ഡൈറ്റ് ആകും. നിങ്ങളോട് ഞാൻ നേരത്തെ പറഞ്ഞ വയ്യാത്ത കാലം വെച്ച് എന്നെ ഇങ്ങനെ ഓടിക്കരുതെന്ന്. നിങ്ങൾ കീറിയത്. പിന്നെ എന്റെ ഭർത്താവ് ഡയറ്റ് ആയി കഴിഞ്ഞാ പിന്നെ എനിക്ക് ആരുണ്ട്? എനിക്ക് മനസ്സിലായില്ല. അങ്ങനെ മരിച്ചോന്നില്ലേ പറഞ്ഞേ? ഇടിയാൻ പറ്റുന്നുണ്ടല്ലോ. അങ്ങനെയാണോ ഞാൻ പറഞ്ഞത്? പിന്നെന്തുവായിരുന്നു? അങ്ങയുടെ ആഹാരങ്ങളിൽ ക്രമീകരണം നടത്തുന്നുണ്ടെന്ന്. ഓ അതെ. മാത്രമല്ല അയാളുടെ രക്തത്തിൽ കാഡ്മിയം, പൊട്ടാഷ്യം എന്തൊക്കെയോ കേറും. ഇന്നലെ തന്നെ വെള്ളം അടിച്ചപ്പം ടച്ചിങ്സിനാന്നും പറഞ്ഞ വാഴയ്ക്ക് വളവിടാൻ പറ്റ മിക്സ്ചറാ മൊത്തം വാരുത്തുന്നത്. അപ്പൊ ഇനി ഒറ്റ കാര്യം ചെയ്താൽ മതി. എന്തോ ചെയ്യുന്നു? പുള്ളി കൊലക്കാതെ നോക്കണം. ഇതാരാ വെള്ളത്തിൽ മുക്കി പിഴിഞ്ഞു കൊണ്ടുവന്നത്? എന്റെ മൂക്ക് അടിച്ചു പോയോ? പെട്രോളാടാ, മണക്കുന്നില്ലേ? മുണ്ടക്കൽ രാജേന്ദ്രൻ എന്നെ കത്തിക്കാൻ വേണ്ടി 2 ടാങ്കർ പെട്രോളാണ് എന്റെ ദേഹത്ത് തളിച്ചത്. 2 ടാങ്കറോ? ഒരു കന്നാസ് കയറ്റി പറഞ്ഞതേ ഉള്ളൂ. അല്ല നിങ്ങളുടെ കാര്യം കന്നാസും പെട്രോളും ഒക്കെ അങ്ങ് വീട്ടില്. ഇനി ഞാൻ ഒരു കാര്യം അങ്ങോട്ട് പറയാം. നിങ്ങളുടെ കണ്ണിനല്ല അസുഖം, പിന്നെ നിങ്ങളുടെ കരളിനാണ് അസുഖം. അതുകൊണ്ട് നാളെ രാവിലെ തന്നെ വന്ന് കരളിന്റെ ഡോക്ടറെ കാണണം. കരളിന്റെ ഡോക്ടർ നാളെ രാവിലെ ഇല്ല. നാളെ രാവിലെ ഉണ്ട്. പുള്ളി എന്നോട് പറഞ്ഞതല്ലേ. ഇന്നേ അയാളില്ല. ഉണ്ടെന്ന്. രാജേന്ദ്രനെ എറിഞ്ഞ എഴുത്താണി കത്തി ഉന്നം തെറ്റിച്ചെന്ന് നിങ്ങൾ പറഞ്ഞ ഈ ഡോക്ടറുടെ നെഞ്ചത്താണ് കയറിയത്. അവൻ ചത്തു. എടോ ഇയാൾക്ക് കണ്ണ് കാണത്തില്ലയോടോ? കണ്ണു കാണാത്തോണ്ടല്ലേ ഇങ്ങോട്ട് വന്നത്. അനായാസേന മരണം വിനാ ദൈന്യേന ജീവിതം ദേഹിമത് കൃപയാശം. ആക്ച്വലി നിങ്ങൾക്കും തോന്നിയോ എവിടെയോ ഒരു ചെറിയ റിഹേഴ്സലിന്റെ ഒരു കുറവ് പോലെ ഫീൽ ചെയ്തോ? അതോ കംപ്ലീറ്റ് ആയിട്ടാണോ പോയത്? കംപ്ലീറ്റ് ആയിട്ടാ പോയത്. എപ്പോഴും കാണുന്ന ഒരു സ്മാർട്ട്നെസ് ചേച്ചിയിൽ കാണുന്നില്ലല്ലോ. എനർജി എല്ലാ 3 പേർക്കും കുറവായിരുന്നു. സന്തോഷിന്റെ വയറ് കോമഡി പ്രതീക്ഷിച്ച് കാൽ കോമഡി ആയിട്ട് റിഹേഴ്സലൊക്കെ എല്ലാം കറക്റ്റ് ആയിട്ടാണ് ആയത്. പക്ഷെ ഞങ്ങളുടെ ചാത്തമാർ അങ്ങനെ അല്ലല്ലോ പറഞ്ഞത്. ഞങ്ങളുടെ ചാത്തമാർക്ക് ഇവിടെ വേറെ പലതും ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. ഞങ്ങളുടെ ചാത്തമാര് ഞങ്ങളോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ചേച്ചി കറക്റ്റ് ആയിട്ട് റിഹേഴ്സൽ ചെയ്യുന്നില്ല എന്നാണ് ഞങ്ങളുടെ ചാത്തമാര് പറഞ്ഞത്. ചുമ്മാതാ ഞാൻ ചെയ്യും. ചാത്തന്റെ അടുത്ത് ചുമ്മാതാന്ന് പറയരുത്. ചാത്തൻ സീന അല്ലല്ല ഞാൻ ചെയ്തിട്ട്. ഉറപ്പാണോ? ചാത്താ ആ തെളിവ് കാണിക്കൂ. ചാത്താ ഞാൻ ഉറങ്ങുന്നായിരിക്കും. അങ്ങോട്ടേക്ക് നോക്കൂ. അയ്യോ ദൈവമേ. സ്ക്രിപ്റ്റ് കയ്യിലുണ്ട് കേട്ടോ. ഞാൻ കിടന്ന് ഉറങ്ങുന്നതാണോ ഇത്? ഇതെന്നാന്ന് മനസ്സിലാവുന്നില്ലേ? ഞങ്ങളുടെ ചാത്തമാർക്ക് കിട്ടിയൊരു വിഷ്വലാണിത്. എന്താണ് സംഭവം? ചേച്ചി ഉറങ്ങുവാ. ഇത് ക്യാരക്ടർ ആവാഹിച്ചതാന്ന് തോന്നുന്നു. റിഹേഴ്സൽ സമയത്ത് ചേച്ചി കിടന്ന് ഉറങ്ങുമായിരുന്നു. അല്ലല്ല ഞാൻ എന്തോ ആലോചിച്ച് കിടന്നു.
ഞാനെന്താ ആലോചിച്ച് കിടന്നു പോയതാ. പക്ഷെ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. ഇത് വെറുതെ ഞങ്ങളുടെ ചാത്തമാര് കാണിച്ചതാണ്. ചേച്ചിക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പണി തരാന്നുള്ള ഞങ്ങളുടെ സന്തോഷമാണല്ലോ. അല്ല, സന്തോഷ് എപ്പോഴും ഒരു ക്യാരക്ടർ, ഒരു ബോഡി ലാംഗ്വേജ് പിടിച്ചിട്ടാണ് ക്യാരക്ടർ ചെയ്യുക. നല്ലതാണ്. നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. ബിക്കോസ് ഭയങ്കര ഫിസിക്കൽ കോമഡിയാണ്. സന്തോഷിന് സ്കിറ്റിന് ഷർട്ട് വേണ്ട, ഷാജിയണ്ണന് 2 അടിപ്പിച്ചോളൂ. കാര്യമല്ല, ഒന്നാണെങ്കിൽ ചിലപ്പോൾ ഊരി കളയാം. ഇപ്പം ഇത്തവണ പെർഫോം ചെയ്തതിന് എത്രത്തോളം ചാർജ് കയറി എന്നുള്ളത് നമുക്ക് നോക്കാം. Yes. ഓക്കെ. ₹30,000 ആണ് നേടിയിരിക്കുന്നത്. ഇതല്ല ഞങ്ങൾ പ്രതീക്ഷിച്ചത്, അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ പറഞ്ഞത് കേട്ടോ. അപ്പൊ അടുത്ത തവണ കിടിലായിട്ട് വരണം. ചേച്ചിക്ക് മനസ്സിലായല്ലോ? അത്രേ ഉള്ളൂ. ഉറങ്ങുന്നതിനൊന്നും പ്രശ്നമില്ല കേട്ടോ. ഞങ്ങൾ വെറുതെ കാണിച്ചതാണേ. ഓൾ റൈറ്റ്. യെസ് ചേച്ചി, അടുത്ത പ്രാവശ്യം എനർജി ഡബിൾ ട്രിപ്പിൾ ആവണം. ഓക്കെ, ക്രെഡിറ്റ് ആയില്ലേ? യെസ്.